ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജിദ്ദയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വിവരം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടതായുണ്ട്. ഈ പാകിസ്ഥാൻ വ്യോമ മേഖല അല്ലെങ്കിൽ അവരുടെ എയർ സ്പേസ് ഒഴിവാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ജിദ്ദയിൽ നിന്ന് ഈ ഡൽഹിയിലേക്ക് മടങ്ങിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് പാകിസ്ഥാൻ ഏജൻസികളുടെയൊക്കെ പങ്ക് ഇന്ത്യ ശക്തമായി സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പാക് വ്യോമ മേഖല ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിമാനം ആ മേഖല ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ എത്തിച്ചേർന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനമന്ത്രി നേരത്തെ അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയിരുന്നു. നിർമ്മല സീതാരാമൻ തന്നെ അമേരിക്കൻ പെറു സന്ദർശനങ്ങൾ വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് മടക്കിയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങാൻ വേണ്ടി പോകുന്നുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നത്. വൈകിട്ടോടുകൂടി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രസ്താവന അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ഇന്നലെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ചില വിവരങ്ങളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ്, ഇന്ത്യൻ സമയം 12:15 കൂടിയാണ് പ്രധാനമന്ത്രി ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത്. ആ സമയത്ത് പാകിസ്ഥാന്റെ എയർ സ്പേസിലൂടെയല്ല അദ്ദേഹത്തിന്റെ വിമാനം വന്നതെന്ന വിവരം വരുന്നുണ്ട്. അതോടൊപ്പം ശ്രീനഗർ വിമാനത്താവളത്തിൽ വലിയ തിരക്കാണ്, വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. എയർ ഇന്ത്യ സ്പെഷ്യൽ സർവീസുകളൊക്കെ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, കാരണം കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നേരത്തെ നിയമസഭയിൽ ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു, 2,35,00,000 ആളുകളാണ് 2024 മാത്രം കശ്മീരിലേക്ക് എത്തിയത്. വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രമായി കശ്മീർ വീണ്ടും മാറുകയായിരുന്നു. നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബാലു. അവിടെ വിനോദയാത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട യാത്രകൾ? കാരണം അങ്ങോട്ടേക്ക് യാത്ര പോകാനിരിക്കുന്ന ഒരുപാട് പേർ യാത്രകളൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുന്നവരുണ്ട്. അത്തരത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? മോത്തി, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ചുള്ള നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയതായി സർക്കാർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് അവിടെ ഈ ബന്ദാണ്, അതായത് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു ബന്ദ് ജമ്മു കാശ്മീരിലുണ്ട്. കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ പഹൽഗാമിൽ നടക്കുന്ന സെർച്ച് ഓപ്പറേഷൻ്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ വലിയ തോതിലുള്ള ജാഗ്രതയും സുരക്ഷാ വിന്യാസവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ജനങ്ങൾ അവിടെ ചെല്ലുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. വിമാനത്താവളമൊക്കെ സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ സമീപകാല ദിവസങ്ങളിലേക്കാളും കൂടുതൽ വിമാനങ്ങൾ ഈ ശ്രീനഗർ വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട്. കാരണം അവിടെ വലിയ തിരക്കാണ്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ വലിയ തിരക്കാണ്. അവരെയൊക്കെ അവിടെ നിന്നും ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായി കൂടുതൽ സർവീസുകൾ എയർ ഇന്ത്യ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആരെങ്കിലും പഹൽഗാമിൽ പോകാൻ വേണ്ടി ആലോചിക്കുകയാണെങ്കിൽ ആ യാത്ര നടക്കില്ല. കാരണം ആ ഏരിയ പൂർണ്ണമായും ഈ സൈന്യം സീൽ ചെയ്തിരിക്കുകയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ സെർച്ച് ഓപ്പറേഷൻ നടക്കുകയാണ്. കാരണം ഈ പഹൽഗാമിലെ ഈ ഭീകരാക്രമണം നടത്തിയവർ ആ മേഖല വിട്ടുപോയിട്ടില്ല എന്നാണ് സൈന്യം പറയുന്നത്. അവിടുത്തെ സമീപത്തുള്ള വനമേഖലകളിൽ അവരുണ്ട് എന്ന് ആണ് സൈന്യം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവരെ പിടികൂടാൻ എളുപ്പത്തിൽ തന്നെ സൈന്യത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാം. കാരണം അത്രയേറെ കഴിവുറ്റ ജമ്മു കാശ്മീർ പോലീസുണ്ട്. അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യരുടെ സേവനവും ഇതിനുണ്ടാവുമെന്ന് വിചാരിക്കാം. കാരണം അവർ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിച്ച് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് ഇനി അവർക്ക് സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല.